അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫലസ്തീൻ വിമോചന പോരാട്ട ചരിത്രത്തിലെ നിർണായകമായ ഏടുകളിലൊന്നാണ് തൂഫാനുൽ അഖ്സ. തൂഫാനുൽ അഖ്സ ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയാവുന്ന ചരിത്ര സന്ദർഭമാണിത്. ഈ സമയത്ത് നമ്മൾ തൂഫാനുൽ അഖ്സയെക്കുറിച്ച്, അതിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച്, തൂഫാനുൽ അഖ്സയുടെ ഭാവിയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. മാധ്യമപ്രവർത്തകനും ദി പെനിൻസുല മുൻ സീനിയർ എഡിറ്ററും വിദേശകാര്യ വിദഗ്ധനുമായ പി നിയാസ് സാഹിബാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നിയാസ് സാഹിബ്, ഓൺലൈൻ ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഫലസ്തീനിൻ്റെ ഒരു കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഫലസ്തീൻ്റെ വിമോചന പോരാട്ട ചരിത്രത്തിൽ ധാരാളം മുന്നേറ്റങ്ങൾ, വലിയ അർത്ഥത്തിൽ സ്വാധീനങ്ങൾ ഉണ്ടാക്കിയ സന്ദർഭങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 1-2 ഇൻതിഫാദകൾ ഉൾപ്പെടെയുള്ള ധാരാളം മുന്നേറ്റങ്ങൾ ഫലസ്തീൻ്റെ ഒരു ചരിത്രത്തിലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ തന്നെ തൂഫാനുൽ അഖ്സ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാവുന്നത്? അതല്ലെങ്കിൽ തൂഫാനുൽ അഖ്സ എന്ന് പറയുന്നൊരു മൊമെൻറ്റ് ഫലസ്തീനിൻ്റെ വിമോചന പോരാട്ട ചരിത്രത്തിൽ എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഫലസ്തീൻ്റെ പോരാട്ട ചരിത്രത്തിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. 1917 ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആൽഫ്രഡ് ബാൽഫർ ജൂതന്മാർക്ക് ഫലസ്തീൻ മണ്ണിൽ സ്വന്തം രാജ്യം നൽകാമെന്ന ഒരു വാഗ്ദാനം നൽകിയത് മുതൽ ആരംഭിക്കുകയാണത്. ആ സമയത്ത് ഫലസ്തീൻ മണ്ണിൽ ഫലസ്തീനികളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ജൂതന്മാരൊക്കെ അവിടെ കുടിയിറക്കപ്പെടുന്നു. അന്നു മുതൽ പോരാട്ടം തുടങ്ങിയിരുന്നു. കാരണം ഫലസ്തീനികൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി കയ്യേറി സയനിസ്റ്റുകൾ പിടിച്ചെടുക്കുകയും അതോടൊപ്പം ബ്രിട്ടീഷുകാർ അവരോടൊപ്പം കൂടി നിലനിർപ്പിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ദ്വിമുഖ സമരത്തിൽ ഏർപ്പെടേണ്ടി വന്ന ഒരവസ്ഥയിലായിരുന്നു ഫലസ്തീനികളെന്ന് നമുക്കറിയാം. പക്ഷെ 1948 ഇസ്രായേൽ നിലവിൽ വരുന്നത് പോലും ഒരു വലിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു. 98% ഭൂമിയുടെ അവകാശികളായിരുന്ന ഫലസ്തീനികളെ പൂർണ്ണമായും അവർക്ക് അവരുടെ ഭൂമിയിൽ നിന്ന് ഇസ്രായേലികൾക്ക് അവകാശം നൽകിക്കൊണ്ട് പടുത്തുയർത്തപ്പെട്ട രാജ്യമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അറബ് മുസ്ലിം രാജ്യങ്ങൾ ആ വിഭജനത്തെ അംഗീകരിച്ചിരുന്നില്ല. അതിനുശേഷം പോരാട്ടങ്ങൾ തുടർന്നാണ് നമ്മൾ കാണുന്നത്. 48 നക്കബ, അതായത് ദുരിതം എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു. 7000-ഓളം ഫലസ്തീനി ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇസ്രായേലികൾ, അവരുടെ തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ തന്നെ. അങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറി. ആ സമയത്ത് അറബ് രാജ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുകയും ഫലസ്തീനു വേണ്ടി പോരാടുകയും ചെയ്തിരുന്നു. 1967 യുദ്ധവും 1973 യുദ്ധവും ഒക്കെ നമുക്കറിയാം. പക്ഷെ 67 യുദ്ധത്തോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഫലസ്തീനിലേക്ക് ഉണ്ടായിരുന്ന ഭൂമി കൂടി നഷ്ടപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഫലസ്തീനികൾ, ആ തദ്ദേശീയരായ ജനങ്ങൾക്ക് ഭൂമിയിൽ ഒരു അവകാശമില്ലാത്ത, ജന്മനാട്ടിൽ അവകാശമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പറിച്ചു നടപ്പെട്ടു എന്നതാണ് വസ്തുത. ഒരുപാട് ആളുകൾ അഭയാർത്ഥികളായി പോയി. അപ്പോൾ 60കളിലും 70കളിലും ഫലസ്തീനികൾ പോരാട്ട രംഗത്ത് വന്നു. പ്രത്യേകിച്ച് PLOയുടെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ ഇടതുപക്ഷ വിഭാഗങ്ങളായ PFLP പോലെയുള്ള ചില ഗ്രൂപ്പുകൾ സായുധ ഗ്രൂപ്പുകളായി മാറി. അവർ പോരാട്ടം തുടർന്നു. അങ്ങനെയൊക്കെ തുടർന്നിട്ടും ഫലസ്തീനികൾക്ക് ആവശ്യമായ അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല എന്ന് മാത്രമല്ല, 1967 പിടിച്ചെടുത്ത ഫലസ്തീൻ പ്രദേശങ്ങൾ അധിനിവേശ പ്രദേശങ്ങളാണെന്നും അതിൽ നിന്ന് പിന്മാറണമെന്നുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ 242 ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ 242-ാം പ്രമേയം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇന്നും കഴിഞ്ഞ 50 അരനൂറ്റാണ്ടിലേറെയായി ഇസ്രായേൽ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ആ അധിനിവേശം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമുക്കറിയാവുന്നതുപോലെ ഒന്നാം ഇൻതിഫാദയും രണ്ടാം ഇൻതിഫാദയും വരുന്നത്. ഒന്നാം ഇൻതിഫാദ എന്ന് 1988 തുടങ്ങിയത്. 87 ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ആ ഒന്നാമത്തെ ഇൻതിഫാദയിലും തുടർന്ന് 2000 നടന്ന അൽ അക്സ ഇൻതിഫാദയിലും വളരെ സജീവമായി പങ്കുവയ്ക്കുകയുണ്ടായി ഹമാസിനെ പോലെയുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ. ഒന്നാം ഇൻതിഫാദയിൽ കല്ലുകൊണ്ടായിരുന്നു ഇസ്രായേൽ നേരിട്ടതെങ്കിൽ രണ്ടാം ഇൻതിഫാദയിൽ രംഗം മാറി ചാവേർ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു സംഭവം അരങ്ങേറുകയുണ്ടായി. അത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ, അതായത് ജെറൂസലം പോലെയുള്ള സ്ഥലങ്ങളിൽ, ടെല്ലവീവിലുള്ള സ്ഥലങ്ങളിൽ ഈ ഫലസ്തീനികൾ സ്വയം ചാവേറുകളായി മാറിക്കൊണ്ട് അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടം നടത്തുന്നത് നമ്മൾ കണ്ടത്. 2005 നമുക്കറിയാവുന്നതുപോലെ അവിടെ 2006 തെരഞ്ഞെടുപ്പ് നടന്നു. ഹമാസ് അവിടെ അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ അന്ന് മുതൽ കടുത്ത ഉപരോധമാണ് അവിടെ ഏർപ്പെടുത്തിയത്. അതായത് ജനങ്ങളൊരു തുറന്ന ജയിലെന്നാണ് ഗസയെ വിശേഷിപ്പിച്ചിരുന്നത്.
ഒരു നിലക്കും, അതായത് അടിമത്ത വ്യവസ്ഥയിൽ എങ്ങനെ ഒരു ജനവിഭാഗം ജീവിക്കുന്നുവോ അതുപോലെയുള്ള അവസ്ഥയിലേക്ക് സ്വന്തം മണ്ണിൽ നിലകൊള്ളേണ്ട ഒരു പരിതാപകര അവസ്ഥയായിരുന്നു ഫലസ്തീനികളുടെ. അപ്പോഴും അവർക്ക് പോരാട്ടത്തിന്റെ ഒരു വലിയൊരു ബോധം അവർക്കുണ്ടായിരുന്നു. അവർ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അവർക്ക് മനസ്സിലായി ലോകരാജ്യങ്ങൾ അഥവാ അന്താരാഷ്ട്ര സമൂഹം തങ്ങളുടെ കോസിനൊപ്പം നിൽക്കുകയില്ല എന്ന് തോന്നിയപ്പോൾ അവർ ഒറ്റയ്ക്ക് തന്നെ പോരാട്ടം തീരുമാനിച്ചു. അങ്ങനെയാണ് പോരാട്ട പ്രസ്ഥാനങ്ങൾ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയത്. നേരത്തെ കല്ലുകൊണ്ടും പിന്നീട് ചാവേർ കൊണ്ടും തുടങ്ങിയ ആക്രമണം പിന്നീട് റോക്കറ്റ് ആക്രമണത്തിലേക്ക് പോകുന്നു. അതാണ് അതിന്റെ പരിസമാപ്തിയാണ് 2023 ഒക്ടോബർ 7 തൂഫാൻ ലക്സ അഥവാ അലക്സ ഫ്ലഡ് എന്ന് പറയപ്പെടുന്ന ആ ഓപ്പറേഷൻ. ആ ഓപ്പറേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെ ഫലസ്തീൻ കാണാത്ത അല്ലെങ്കിൽ ഇസ്രായേൽ അനുഭവിച്ചിട്ടില്ലാത്ത അതിശക്തമായ വെല്ലുവിളിയായിരുന്നു അത്. സാധാരണ നമുക്കറിയാം ഫലസ്തീനികൾ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഗസയിലെ കമ്പിവേലുകൾ മുറിച്ചു കടന്നുകൊണ്ടുള്ള ചെറിയ ബോർഡർ ഓപ്പറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ തൂഫാൻ ലക്സ നമ്മൾ കണ്ടത് എന്താണ്? പാരാഗ്ലൈഡറിൽ പറന്നിറങ്ങി ഇസ്രായേലിന്റെ നടുമുറ്റത്ത് ഹൃദയഭൂമിയിൽ വന്നുകൊണ്ട് ഇസ്രായേലി അധിനിവേശത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടം. ആ പോരാട്ടത്തിൽ ഏതാണ്ട് 300ഓളം സൈനികരെ കൊലപ്പെടുത്തിയുണ്ട്. അതിൽ കുറച്ച് സിവിലിയന്മാർ കൊല്ലപ്പെടുന്നത് യാഥാർത്ഥ്യമാണ്. അത് ഹമാസ് അംഗീകരിക്കുന്നുമുണ്ട്. അത് ഒരു സിവിലിയന്മാരെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരിക്കലും ചെയ്തതല്ല എന്നും അത് ഈ ഓപ്പറേഷനിൽ സംഭവിച്ചതാണെന്നും ഹമാസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുമ്പത്തെ കല്ലുകളും അതുപോലെ തന്നെ റോക്കറ്റുകളും മാത്രം മാറി നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് അവിടെ ശക്തമായ ഓപ്പറേഷൻ സൃഷ്ടിക്കുവാനും ഏതാണ്ട് 200-ലേറെ ബന്ദികളെ കൊണ്ടുവരാൻ അവർ കഴിഞ്ഞു. ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫലസ്തീനെ സംബന്ധിച്ചും ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ തിരിച്ചടി നേരിടുന്നത്. ഒരിക്കൽ പോലും കഴിഞ്ഞ ഏതാണ്ട് 3/4 നൂറ്റാണ്ടായി ഇസ്രായേൽ നിലവിൽ വന്ന ശേഷം ഇത്രയും വലിയ ഒരു തിരിച്ചടി അവർക്ക് ഉണ്ടായിട്ടില്ല. അവർ സാധാരണ പറയാറുള്ളത് മൊസാദിന്റെയോ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിന്റെയോ അനുമതിയില്ലാതെ ഒരു ഈച്ച പോലും കടക്കാത്ത അത്രയും സുരക്ഷാ സന്നാഹങ്ങളുടെ രാജ്യമാണെന്ന് വീമ്പ് പറഞ്ഞ ആ ഇസ്രായേലിന്റെ കനത്ത തിരിച്ചടിയായിരുന്നു തൂഫാൻ ലക്സ. മാത്രമല്ല ആ തൂഫാൻ ലക്സ ഇപ്പോൾ 1 വർഷം പിന്നിട്ടുമ്പോൾ തുടരുകയാണ്. ഗസയെ താറുമാറാക്കിയിട്ട് പോലും ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നു എന്നത് മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ഇത് കഴിഞ്ഞു എന്നുള്ളതും ഇനി അങ്ങോട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫലസ്തീനികളെ അടിമകളാക്കി വെച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്ന ശക്തമായ സന്ദേശമാണ് തൂഫാൻ ലക്സ നൽകുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തൂഫാനുൽ അക്സ അക്ഷരാർത്ഥത്തിൽ 365 ദിവസം പിന്നിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. 2024 ഒക്ടോബർ 7 ആകുമ്പോഴേക്ക് 365 ദിവസം പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും 365 ദിവസം പിന്നിടുകയാണ്. നിലവിൽ ധാരാളക്കണക്കിന് ദൃശ്യങ്ങൾ നമ്മൾ ഫലസ്തീനിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന്, ഗസയിൽ നിന്ന്, വെസ്റ്റ് ബാങ്കിൽ നിന്ന്, ഖാൻ നിന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നിലവിൽ പോരാട്ടം 365 ദിവസം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ ഫലസ്തീനിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി, ഫലസ്തീനിലെ വ്യത്യസ്ത നഗരങ്ങൾ, ഫലസ്തീൻ്റെ ഒരു ദൈനംദിന ജീവിതം എങ്ങനെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. തീർച്ചയായും ഈ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം മുന്നറിവുണ്ടായിരുന്നു ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ ഓപ്പറേഷന് മുതിർന്നതെന്നത് ഒരു വസ്തുതയാണ്. പക്ഷെ അവർ ഉദ്ദേശത്തിലും അതിശക്തമായിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ വലിയ ജനസൈഡ് ഗസയിൽ ഒരു വംശഹത്യ തന്നെ അരങ്ങേറുകയുണ്ടായി. ഗസയിൽ എന്ന് പറയുമ്പോൾ ഗസ ഒരുപാട് മുനിസിപ്പാലിറ്റികളുള്ളതാണ്. ഖാൻ യൂണിസ് ഒരുപാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയൊരു പ്രദേശമാണ്. പക്ഷെ അവിടെയുള്ള എല്ലാ മേഖലകളെയും കംപ്ലീറ്റ് ഇസ്രായേൽ താറുമാറാക്കി. ഏതാണ്ട് 85% പ്രദേശങ്ങളിലും ഇസ്രായേലിൻ്റെ ഈ ഗസ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഒരു UN റിപ്പോർട്ട് അനുസരിച്ച് 1,67,000 കെട്ടിടങ്ങൾ ഈ ബോംബിങ്ങിൽ തകർന്നു. അതിനു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ റബ്ബിൾസ്, ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ടല്ലോ, ഇത് നീക്കണമെങ്കിൽ ഇനി 10 കൊല്ലമെങ്കിലും വേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ റോയിറ്റേഴ്സ് ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നത് ഈജിപ്തിലെ ഗിസ എന്ന് പറയുന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഗിസയിലെ പിരമിഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ 11 പിരമിഡുകൾ വെക്കാൻ മാത്രമുള്ള ഈ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇത്രയും കാലം അവർ ഇസ്രായേൽ അതിക്രമത്തിനെ ശക്തമായി നേരിട്ടുകൊണ്ടും നിലയുറപ്പിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഏതാണ്ട് 42,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ തന്നെ ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. എന്നിട്ടും അവർ പിടിച്ചു. ഇപ്പോഴും പലരും ജീവിക്കുന്നത്, കുറേ ആളുകൾ ജീവിക്കുന്നത് UN അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. 6 അഭയാർത്ഥി ക്യാമ്പുകളുണ്ട്. പല ക്യാമ്പുകൾ ഇസ്രായേൽ ബോംബിട്ടു. പല ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നു. സ്കൂളുകൾ നശിപ്പിച്ചു.
അവിടുത്തെ 34 ആശുപത്രികളിൽ വെറും 13 മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ആ 13 പോലും അത്യാധുനിക സംവിധാനങ്ങളൊന്നുമില്ല. പലപ്പോഴും വളരെ ഏറ്റവും അത്യാവശ്യമായ സംവിധാനങ്ങൾ ഉള്ള ഹോസ്പിറ്റലുകൾ തന്നെ ഇല്ലാതായി എന്ന് പറയാം. നമുക്കറിയാം അൽഷിഫ ഹോസ്പിറ്റൽ പോലുള്ള ഹോസ്പിറ്റലുകൾ ബോംബിട്ട് തകർത്തു. പക്ഷേ ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ വളരെ പ്രയാസത്തോടെയാണ് ജീവിക്കുന്നത്. ഖാൻ യൂനിസ് പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ചില പോക്കറ്റുകളിൽ അത്യാവശ്യ സംവിധാനങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ, പക്ഷെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അവിടെ പൂർണ്ണമായി നശിപ്പിച്ചു. ഒരു ജനത്തിന് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചു. നമുക്കറിയാം സാധാരണ യുദ്ധമുണ്ടായാൽ ചില ആളുകൾ പലായനം ചെയ്യും, മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യും. അങ്ങനെ കുറേ ആൾ അങ്ങനെ രക്ഷപ്പെടും. ഇപ്പോൾ സിറിയയിലൊക്കെ ഉണ്ടായ സമയം നമുക്കറിയാം, സിറിയയിൽ നിന്നൊക്കെ പലായനം. പക്ഷെ ഗസയുടെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അവിടെ നിന്ന് പലായനം ചെയ്യാൻ പോലും സാധ്യമാകാത്ത വിധത്തിൽ ശരിക്കൊരു ജയിലറകൾക്കുള്ളിലാണ് അവർ ജീവിക്കുന്നത്. കുറച്ചാൾ റഫേലേക്ക് പോയിട്ടുണ്ടെന്ന് ശരിയാണ്, പക്ഷെ അവിടെ പോലും ഈജിപ്ത് അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്കത് കടക്കാൻ കഴിയാത്ത. അതുകൊണ്ട് ഈ ഗസയിലെ ജനങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ഉത്തരവനുസരിച്ച് വടക്കോട്ടും തെക്കോട്ടും ഒക്കെ ഇങ്ങനെ പോകേണ്ട ഒരു ഗതികേടിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുന്നു. ഇപ്പോൾ പഴയതുപോലെയുള്ള ബോംബിംഗ് ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ബോംബിംഗ് നടത്തുന്നു, അതിൽ കുറേ ആൾ കൊല്ലപ്പെടുന്നുമുണ്ട്. അങ്ങനെ പോവുകയാണ് ചിലപ്പോൾ ഈ യുദ്ധം തുടർന്നിടത്തോളം കാലം അത്രയും ആളുകൾ നശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എങ്കിലും ചില പോക്കറ്റുകളിൽ ഹമാസിന്റെ പ്രതിരോധം നമ്മൾ കാണേണ്ടത്. പക്ഷെ ഇവിടെ ചില ആളുകൾ പറയുന്നത് ഗസയിൽ മാത്രമാണ് ഈ ആക്രമണം എന്നല്ലേ. യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഉദ്ദേശം പൂർണ്ണമായും ഗസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടെയുള്ള മുഴുവൻ മേഖലകളെയും കംപ്ലീറ്റ് അധിനിവേശപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം 1993 ഓസ്ലോ കരാർ അനുസരിച്ച് സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്നത് ഗസയും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറൂസലം അവർ അംഗീകരിക്കുന്നില്ലെങ്കിലും അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 2005 ഒരു സ്വതന്ത്ര ഫലസ്തീൻ നിലവിൽ വരേണ്ടതായിരുന്നു. അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വെസ്റ്റ് ബാങ്ക് വീണ്ടും പുനരധിവേശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വീണ്ടും കൂടുതൽ സ്ഥലങ്ങളിൽ അവർ പിടിച്ചെടുക്കുന്നു. അവിടെയൊക്കെ സെറ്റിൽമെന്റ് കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു. 2022 മുതൽ ഇസ്രായേലിന്റെ ഫോക്കസ് വെസ്റ്റ് ബാങ്കിന്റെ മുകളാണ്. അപ്പൊ ഗസയിൽ നമുക്കറിയാം 2023 ഒക്ടോബർ 7 ഓപ്പറേഷൻ ശേഷമാണല്ലോ ഗസയിൽ ആക്രമണം ഉണ്ടായത്. പക്ഷെ അതിന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് 2022 മുതൽ ഇസ്രായേലിന്റെ ഫോക്കസ് വെസ്റ്റ് ബാങ്കിന്റെ മുകളിലാണ്. കാരണം അവർ പ്രത്യേകിച്ച് അവിടുത്തെ ജനീൻ എന്ന പ്രദേശം, ജനീനിൽ നമുക്കറിയാം വലിയൊരു അഭയാർത്ഥി ക്യാമ്പുണ്ട്. 39,000-ഓളമാണ് ജനീനിലെ ജനസംഖ്യ. ആ ജനീനിൽ 2022 മുതൽ മിക്കവാറും കഴിഞ്ഞ ഒരു 2 കൊല്ലമായി ഒരു ദിവസം ഒഴിയാതെ എല്ലാ ദിവസവും ഇസ്രായേലിന്റെ റെയ്ഡുകൾ നടക്കുന്നു. ആ റെയ്ഡുകൾ എന്ന് പറഞ്ഞാൽ അവിടെ കയറി പാതിയിലേക്ക് വരുന്നു, വീട് മുട്ടി വിളിക്കുന്നു, പുറത്ത് വന്നില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെ പച്ചയായിട്ട് ഒരുപാട് ആളുകളെ കൊന്നു. ഏതാണ്ട് 1000-ലേറെ ആളുകൾ വെസ്റ്റ് ബാങ്കിൽ മാത്രം കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഗസ ഈ ഓപ്പറേഷൻ തൂഫാൻ ലഖ്ദ വന്നതിന് ശേഷം മാത്രം ഏതാണ്ട് 500-600 ആളുകൾ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടിരുന്നു പറയുന്നത്. അപ്പം നമുക്കറിയാം ജനീനിലും അതുപോലെയുള്ള തുൽക്കറാം തൂബാസ് തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ ഇസ്രായേൽ ഏത് സമയവും കടന്നു കയറിയാണ്. ചിലയിടങ്ങളിൽ ഫത്തഹിന്റെ അവിടുത്തെ ഫലസ്തീൻ അതോറിറ്റി മുഹമ്മദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള സെക്യൂരിറ്റി ഫോഴ്സ് ഇസ്രായേലുകളുമായി യോജിച്ചുകൊണ്ട് ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ശക്തമായ രീതിയിൽ അവിടുത്തെ ആളുകൾ, ഈവൻ ഫത്തഹിന്റെ ആളുകൾ പോലും ആ ഭരണകൂടത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ജനീനിൽ മാത്രം ഏതാണ്ട് 6 ചെറുത്തുനിൽപ്പ് സംഘടനകൾ രൂപം കൊണ്ടുകയുണ്ടായി. ചെറുത്തുനിൽപ്പ് സംഘടനകൾ. ഈ സംഘടന പ്രത്യേകത എന്ന് വെച്ചാൽ ഇസ്രായേൽ നടത്തുന്ന ഈ രാത്രിയൊക്കെ നടത്തുന്ന റെയ്ഡിനെതിരെയുള്ള ഒരു ശക്തമായ മുന്നേറ്റമായിരുന്നു. ആ ഓരോരോ ഫോഴ്സുകളിലും ഹമാസിന്റെയും അതുപോലെ തന്നെ PFLP-യുടെയും അതുപോലെ തന്നെ ഫത്തഹിന്റെയും ഒരു വിഭാഗത്തിനും സപ്പോർട്ടില്ലാത്ത ജനങ്ങളുടെ ഒക്കെ തന്നെ പിന്തുണ അതിലുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ. അപ്പൊ ഗസ മാത്രമല്ല വെസ്റ്റ് ബാങ്കും ഉൾപ്പെടെയുള്ള മൊത്തം അധിനിവേശം നടത്തുക എന്ന ഒരു രീതിയാണ് ഇസ്രായേൽ തുടരുന്നത്. അത് മനസ്സിലാക്കുന്നതിൽ ഈ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയുന്നത്. അത് അറിഞ്ഞിട്ടും കണ്ണടക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൂഫാൻ ലക്സയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പല സ്വഭാവത്തിൽ വ്യത്യസ്തതകളുള്ള പോരാട്ടങ്ങളിലൊന്നായിരുന്നു തൂഫാനുൽ അക്സ. അതിൽ പ്രത്യേകം കഴിഞ്ഞൊരു വർഷം ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, ലോകാടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ തന്നെ ഫലസ്തീനികളുടെ വിമോചന പോരാട്ടത്തിന് വലിയ സ്വീകാര്യത ലഭിച്ച, വലിയ അർത്ഥത്തിൽ ആഗോള സമൂഹം തന്നെ അതിനെ ഏറ്റെടുത്ത ഒരു കാലം കൂടിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞൊരു വർഷം എന്ന് പറയുന്നത്. നമുക്കറിയാം ധാരാളം ലോകരാജ്യങ്ങളുള്ള പരസ്യമായി തന്നെ ഫലസ്തീനോടൊപ്പം, സവിശേഷമായി ഹമാസിനോടൊപ്പം, നേരത്തെ ഞങ്ങൾ ഫലസ്തീനോടൊപ്പമാണ് ഹമാസിനോടൊപ്പമല്ല എന്ന് പറഞ്ഞിരുന്ന രാജ്യങ്ങൾ പോലും അങ്ങനെ ഫലസ്തീൻ പോരാട്ടത്തെ, ഫലസ്തീൻ കോസിനെ പിന്തുണക്കുന്ന വളരെ തുറന്ന് രംഗത്ത് വന്ന ഒരു കാലമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞൊരു വർഷം എന്ന് പറയുന്നത്. അതോടൊപ്പം സവിശേഷമായി യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച്, സവിശേഷമായി അമേരിക്കയിലെയും യൂറോപ്പിലെയും വിവിധ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് എൻകാമ്പൻറ്റ് പ്രൊട്ടസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. യഥാർത്ഥത്തിൽ തൂഫാനുൽ അക്സയുടെ ഒരു വർഷം ഫലസ്തീൻ പോരാട്ടത്തിന് വലിയ അർത്ഥത്തിൽ പിന്തുണ ലഭിച്ച ഒരു വർഷം കൂടിയാണ്. അതേക്കുറിച്ച്
എന്താണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, സാധാരണഗതിയിൽ ഫലസ്തീനികളുടെ ഈ ഇന്തിഫാദ പോലെയുള്ള കാര്യങ്ങൾക്ക് ഇല്ലാത്ത ഒരു സ്വാധീനം ഈ തൂഫാൻ ലക്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതാണ്ട് 11 രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു. അത് അവർ നേരത്തെ നയതന്ത്രബന്ധം ഉള്ളതായിരുന്നു, പക്ഷേ എങ്കിൽ പോലും അത് വിച്ഛേദിക്കാൻ അവർ മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ ലോക അടിസ്ഥാനത്തിൽ ലോക ജനത, ഞാൻ പറയുന്നത് ലോക രാഷ്ട്രങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പാശ്ചാത്യ രാജ്യം, അമേരിക്ക നേതൃത്വത്തിലുള്ള ചില രാജ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ അന്ധമായി സപ്പോർട്ട് ചെയ്യുകയാണ്. അതേസമയം അവിടുത്തെ ജനങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇപ്പോൾ 1-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്നലെ വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിന് മുമ്പിൽ നടന്ന സംഭവം നമുക്കറിയാം. സാമുവൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്. അത് NBSന്റെ ബന്ധപ്പെട്ട ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ജേർണലിസ്റ്റാണ്. അദ്ദേഹം ഫോട്ടോ ജേർണലിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇതിൽ നുണക്കാണ് നമ്മൾ പ്രചാരണം നൽകിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കൈക്ക് തീ കൊളുത്തുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ ഈ കൈ തീ കൊളുത്താൻ ഞാൻ കാരണം അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ, ഈ അവയവങ്ങൾ നഷ്ടപ്പെട്ട്, ബോംബിങ്ങിൽ അവയവങ്ങൾ നഷ്ടപ്പെട്ട 10,000-കണക്കിന് ഫലസ്തീനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാശ്ചാത്യ ജനതയിലൊരു വിഭാഗമാണ് ഈ ഫലസ്തീനയുടെ കോസിനോട് അതിശക്തമായ പിന്തുണയുമായി രംഗത്ത് വരുന്നത്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ യൂണിവേഴ്സിറ്റി പ്രൊട്ടസ്റ്റ് നമുക്കറിയാം. 2011 അമേരിക്കയിൽ വാൾ സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റ് വന്നത്. എന്താ കാരണം വെച്ചാൽ, ഈ അസമത്വം ലോകത്ത്, ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള വിടവ് അത് വലിയ ക്രമാതീതമായതിൽ വർദ്ധിക്കുന്നു. പാവപ്പെട്ടവർക്ക്, അതുപോലെ കറുത്തവർക്കാർ ആളുകൾക്കൊന്നും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് വന്നു. ആ പ്രൊട്ടസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഏതാണ്ട് 990 നഗരങ്ങളിൽ, ലോകത്തിലെ 990 നഗരങ്ങളിൽ അത് വ്യാപിച്ചു എന്നാണ് പറയുന്നത്. അമേരിക്കയിലാണ് സ്റ്റാർട്ട് ചെയ്തത് വാൾ സ്ട്രീറ്റ്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഈ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി നടത്തിയത്. ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ജൂതന്മാരുണ്ട്. അതായത് സയനിസത്തിൻ്റെ പാതകങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ ജൂതന്മാർ പോലെ അത് രംഗത്ത് വന്നു. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അതിൽ പങ്കെടുത്തു. അത് യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും ജപ്പാനിലേക്ക് വ്യാപിച്ചു. അങ്ങനെ പലയിടങ്ങളിൽ വ്യാപിക്കുകയുണ്ടായി. ആ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഈ പ്രകടനങ്ങളിലൊക്കെ തന്നെ അത് തല്ലിക്കെടുത്തുവാൻ അവിടുത്തെ ചില അധ്യാപകർ കൂട്ടുനിന്നു. അതേസമയം ചില അധ്യാപകർ ഈ കുട്ടികളോടൊപ്പം നിന്നു, അവരെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ അവരുടെ ഉദ്ദേശം, അവരുടെ ആവശ്യം എന്തായിരുന്നു വെച്ചാൽ, ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, പല യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നത് ഇസ്രായേലി കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നീക്കണം എന്ന ആവശ്യം പല യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചു. അങ്ങനെ ചില യൂണിവേഴ്സിറ്റികളെങ്കിലും ഇസ്രായേലി കമ്പനികളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതൊരു വിജയമായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, പല രാജ്യങ്ങളും, ഇപ്പം ഇനി രാജ്യങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നോർവേയും അയർലൻഡും സ്പെയിനും, ഈ 3 രാജ്യങ്ങൾ ഇസ്രായേലും ഫലസ്തീനുമായിട്ട് സമ്പൂർണ്ണ നയതന്ത്രബന്ധം സ്ഥാപിച്ചു. സമ്പൂർണ്ണ നയതന്ത്രബന്ധം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അംബാസഡർ അവർ അങ്ങോട്ട് അയക്കുകയും ചെയ്തു, തിരിച്ചും ഇങ്ങോട്ടും വന്നു. ഇത് ലോക അടിസ്ഥാനത്തിൽ നടന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമാണ് UN ജനറൽ അസംബ്ലിയിൽ ഒരു പ്രമേയം വന്നത്. UN ജനറൽ അസംബ്ലി പ്രമേയം നമുക്കറിയാം, അത് ഒരു വെറും രേഖ മാത്രമാണ്, അതൊരു ബൈൻഡിങ് അല്ല, നോൺ ബൈൻഡിങ് ആണ്. അതേസമയം ബൈൻഡിങ്, അതായത് ബലപ്രയോഗത്തിലൂടെ നടപ്പാക്കാവുന്ന പ്രമേയങ്ങളാണ് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ. ആ പ്രമേയം പോലും ഇസ്രായേൽ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്കിൽ പോലും ലോക മനസാക്ഷിയുടെ ഒരു പരിചയം നമ്മളവിടെ കണ്ടു. 123 രാജ്യങ്ങൾ പ്രമേയത്തിന് അനുകൂലിച്ച് ഇസ്രായേലിനോട് പിന്മാറണമെന്ന് പറഞ്ഞു. ഒരു കൊല്ലം കൊണ്ട് എന്നാ പറഞ്ഞത്, യഥാർത്ഥത്തിൽ കഴിഞ്ഞ 50 കൊല്ലം അവിടെ അവരവർ അധിനിവേശം നടത്തിയിരിക്കുന്നു. എങ്കിൽ പോലും അവിടെ നമ്മൾ കാണുന്നത് ലോകരാജ്യങ്ങൾ ഈ ഫലസ്തീന് വേണ്ടിയിട്ട് ഐക്യപ്പെടുന്നതാണ്. അവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. ഫലസ്തീനോട് ഏറ്റവും സ്നേഹമുണ്ടെന്നൊക്കെ പറയുന്ന, അതായത് എന്താ പറയുക, വേട്ടനായ്ക്കൾക്കൊപ്പം ഓടുകയും മുയലോടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് മറ്റൊരു വിഷയം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകാടിസ്ഥാനത്തിൽ ഈ ഒരു വലിയ മാറ്റം നമ്മൾ പ്രകടമാണ്. ഒരുപാട് ബുദ്ധിജീവികൾ, ഇപ്പോൾ പല ഈ പാശ്ചാത്യൻ ടെലിവിഷൻ ചാനലുകളും ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഇപ്പോൾ പല നുണകളും നമുക്കറിയാം, ഹമാസ് അങ്ങനെ ചെയ്തു, കൂട്ടക്കൊല ചെയ്യുന്നൊക്കെ, അതൊക്കെ നുണയാണെന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്ന ധാരാളമായി അവർ തന്നെ പിന്നീട് അവരിൽപ്പെട്ട ജേർണലിസ്റ്റുകൾ തന്നെ അത് വസ്തുതയല്ല എന്ന് തിരുത്തി പറയേണ്ട ഒരു ഗതികേട് അവർക്ക് വന്നു. പക്ഷെ എന്നിട്ട് തിരുത്താത്ത ജേർണലിസ്റ്റുകളും ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്കറിയാം, ഒരുപാട് വിദേശ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകൾ പ്രചരിപ്പിച്ച് അവരൊരു നെറേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, ഒക്ടോബർ 7-നാണ് ഈ പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ്. പക്ഷേ ഇതിനെ പൊളിച്ചടക്കാൻ ഈ പാശ്ചാത്യരായ ബുദ്ധിജീവികളും അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ രംഗത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് ഈ ഒക്ടോബർ 7 ഈ സംഭവം, അതിന് ഒരു അരനൂറ്റാണ്ട് പഴക്കമുള്ള സംഭവമാണ് എന്നുള്ള ഒരു നെറേറ്റീവ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചുണ്ടായി. പക്ഷേ എങ്കിലും ഈ ചില രാജ്യങ്ങളുടെ നേതൃത്വം, അവരാണ് ഈ കുഴപ്പങ്ങളൊക്കെ, അവരാണ് ഇസ്രായേലിനെ അന്ധമായി പിന്തുണക്കുന്നത്. അവർ ഈ നടത്തുന്ന ജനസൈഡിനെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്.
ഇപ്പം നമുക്കറിയാം പടിഞ്ഞാറൻ ലോകത്ത് രൂപപ്പെട്ട പുതിയ ടെർമിനോളജി. ഇപ്പം നെതന്യാഹുവിനെ സെറ്റന്യാഹു എന്ന് പറഞ്ഞു, ബൈഡനെ ജനസൈഡ് ജോ എന്ന് പറയുന്നു. ആരാണ്? മുസ്ലിം രാജ്യങ്ങൾ ആരുമല്ല, പാശ്ചാത്യന്മാർ. അവരാണത് പറഞ്ഞിരിക്കുന്നത്, അവരാണ്. അപ്പോൾ അത്ര പോലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ ഞാൻ പറയുന്നു, ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ വളരെ നിർലജ്ജമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് പലപ്പോഴും മുസ്ലിം രാജ്യങ്ങളാണ് എന്നുള്ളതാണ് വളരെ ഖേദകരം. തുഫാൻ ലക്സയുടെ ഒരു മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇനിയുള്ള അടുത്തൊരു ഘട്ടത്തിൽ ലോകരാജ്യങ്ങൾ എത്ര അളവിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നു, സവിശേഷമായി നേരിട്ട് ഈ ഒരു പോരാട്ടത്തിലേക്ക് ഇടപെടുന്നു എന്നത് വളരെ നിർണായകമായ ഒരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സവിശേഷമായി കഴിഞ്ഞ ആഴ്ചയിൽ ഇറാൻ ഇസ്രായേലിന് മേൽ നടത്തിയ വ്യോമാക്രമണം ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും വലിയ തരത്തിലുള്ള ചർച്ചകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. തുഫാൻ ലക്സയുടെ ഒരു മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇറാൻ ഒരു ഭാഗത്തുണ്ട്, ലബനാൻ പല അർത്ഥത്തിൽ നിലവിൽ ഈ പോരാട്ടത്തിൽ ഇൻവോൾവ് കക്ഷിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളുടെ ഇടപെടൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എത്ര അളവിൽ ഉണ്ടാകുമെന്നാണ്, അത് ലോകത്ത് സവിശേഷമായി തുഫാൻ ലക്സയുടെ ഒരു മുന്നോട്ട് പോക്കിൽ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? സാധാരണഗതിയിൽ ഒരു യുദ്ധമോ അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് ആദ്യം കുറേ വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. പിന്നീട് അത് കുറേ കാലങ്ങൾ നീണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ടു പോകുമ്പോൾ അതിനോടുള്ള ഒരു പ്രതിപത്തി കുറഞ്ഞു എന്നൊരു സംഭവമാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഈ തൂഫാൻ ലക്സ നമ്മൾ കാണുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കൊല്ലമായിട്ടും അത് ലൈവായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഫലസ്തീനികളുടെ കോസിനോട് ലോകം സമീപിച്ച ലോകം സ്വീകരിച്ചൊരു സമീപന രീതിയാണ് അത് കാരണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം രാജ്യങ്ങൾ പൊതുവെ ഈ പോരാട്ടത്തോട് അലംഭാവം കാണിച്ചപ്പോൾ ഷീകൾ നമ്മൾ പറയുന്ന ഷീ യൂണിറ്റുകളാണ് പലപ്പോഴും ഇതിന് മുന്നണിയിലുള്ളത്. ഇപ്പോൾ ഹമാസ് ഒരു സുന്നി പ്രസ്ഥാനമാണെങ്കിലും അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് ഈ ഇറാനാണ്, അതുപോലെ തന്നെ ഹിസ്ബുള്ളയാണ്, ഹൂത്തികളാണ്, ഇറാഖിലെ 4-5 വരുന്ന മിലീഷ്യകളാണ്. അവരൊക്കെയാണ് ഇനി പോരാട്ടത്തിന് മുമ്പിലുള്ളത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തന്നെ ഇസ്രായേലിനെ അവർ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഖുദ്സിൻ്റെ വിമോചനം അവർ വലിയൊരു കാര്യം എടുത്തിരിക്കുന്നു. അതുപോലെ ഹിസ്ബുള്ള ആവട്ടെ അങ്ങനെയാവണേ. പക്ഷേ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, താങ്കൾ ലെബനോൺ എന്ന് പറഞ്ഞു, ലെബനോൺ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ലെബനാൻ സൈന്യത്തെക്കാളും പവർഫുൾ ആണ് ഹിസ്ബുള്ള. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നോൺ സ്റ്റേറ്റ് ആക്ടർ എന്നാണ് ഹിസ്ബുള്ള അറിയപ്പെടുന്നത്. അത്രയും അവർക്കുള്ള കഴിവതാണ്. അപ്പോൾ അവർ 985 രൂപം കൊണ്ടത് മുതൽ ഇന്ന് വരെ അവർ ഇസ്രായേലി ഇസ്രായേലിൻ്റെ അധിനിവേശത്തെ ചെറുത്തു നിൽക്കുകയാണ്. ഇപ്പം നമുക്കറിയാം 982 ലെബനാനിൽ അധിനിവേശം നടത്തിയത്. ക്രിസ്ത്യൻ ഫലാൻജിസ്റ്റ് മൂവ്മെൻറ്റുകളുമായി ചേർന്നുകൊണ്ട് അതിൽ ഇസ്രായേൽ പങ്കുചേർന്നു. അങ്ങനെ ഈ ഫലാൻജിസ്റ്റുകളുമായി ചേർന്നുകൊണ്ട് അവിടെ വലിയ കൂട്ടക്കൊല നടത്തി. സബ്രയിലെയും ഷത്തിലെയും കൂട്ടക്കൊല നമുക്ക് ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത പല സംഭവങ്ങൾക്കും കാരണമായിട്ടുണ്ട്. സെപ്റ്റംബറിൽ വാർഷികം നടത്തുകയാണ്. അതെ. അപ്പോൾ ആ സംഭവത്തിൽ പോലും അവസാന 2000 ഈ ലെബനാനിൽ തെക്കൻ ലെബനാനിൽ ദക്ഷിണ ലെബനാനിൽ നിന്ന് ഇസ്രായേലിനെ കെട്ടിക്കൊന്നതിൽ വിജയിച്ച ഒരു സംഘടനയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അവർ ഇസ്രായേലിൻ്റെ ഏത് മുന്നേറ്റത്തെയും ചെറുക്കാൻ പര്യാപ്തമായ പ്രാപ്തിയുള്ള ഒരു സംഘടന നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 7 തൂഫാൻ ലക്സ വന്നതിന് തൊട്ട് പിന്നാലെ അവർ ഇസ്രായേലുമായിട്ടുള്ള വീണ്ടും ശക്തമായ കോമ്പാറ്റ് ആരംഭിച്ചു. അതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ വടക്കൻ ഇസ്രായേലിൽ ഏതാണ്ട് 60,000-ഓളം ആളുകൾക്ക് അവിടുന്ന് കുടിയൊഴിഞ്ഞ് പോകേണ്ടി വന്നു. ഇപ്പോഴവർ പലരും തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അത്രയും ഒരു ഒഫൻസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ലെബനാനിൽ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂത്തികൾ ഇപ്പോൾ 2000 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വെക്കുന്ന മിസൈൽ വരെ ഇവിടെ വന്ന് വീഴുന്നു. ഇറാൻ ഇപ്പം വീഴുന്നു. അപ്പം ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയതായി. ഇപ്പം കഴിഞ്ഞ ആഴ്ച നടന്ന ഇസ്രായേൽ 150ഓളം മിസൈൽ ആക്രമണം, വലിയ പരിക്ക്, എല്ലാം അവർ ലക്ഷ്യമിട്ടത് ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെയും സൈനിക ഇൻ്റലിജൻസും വിഭാഗത്തിൻ്റെയും കേന്ദ്രത്തിലാണ്. ചെറിയ പരിക്കുകൾ അവർക്ക് പറ്റിയിട്ടുമുണ്ട്. എല്ലാറ്റിനെയും തടുത്തു നിർത്താൻ ഇവരുടെ ഈ അയൺ ഡോമിനോ അല്ലെങ്കിൽ എയറോ എന്ന് പറയുന്ന മിസൈൽ വേദ ഇതൊന്നും സാധിക്കുന്നില്ല. പിന്നെ മറ്റൊന്ന്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം റഷ്യയിൽ നിന്ന് S-400 എന്ന് പറയുന്ന ഇത് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ശക്തമായൊരു അവസ്ഥ ഇറാൻ തിരിച്ചടിക്കുന്ന ഘട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൂഫാനുൽ അക്സ ഇനി അങ്ങോട്ട് ലോകശ്രദ്ധ പിടിച്ചുപറ്റുമെന്ന് പറയുന്നത് നമ്മൾക്കറിയാം. ഇപ്പോൾ ശ്രീലങ്കയിൽ LTT ഒരു ഘട്ടത്തിൽ LTT വലിയ ശക്തി പ്രാപിച്ചു. അവസാനം LTT ഉന്മൂലനം ചെയ്തു. അതുപോലെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്ന് ഇസ്രായേലോ അമേരിക്കയോ പോലും ചിന്തിക്കുന്നില്ല. കാരണം ഹമാസിനെ പോലുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒരു ആശയമാണെന്ന് ഇസ്രായേലിൻ്റെ തന്നെ വക്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ CIAയിൽ മുമ്പ് വർക്ക് ചെയ്ത ഡഗ്ലാഡ് ലണ്ടൻ എന്ന് പറഞ്ഞ ആളും പറഞ്ഞിട്ടുണ്ട് ഇതൊരു ആശയമാണ്, ഇത് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഹമാസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകളൊക്കെ തന്നെ
ശക്തമായ റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അവരിൽ ഒരാളെ ഒരു ഇസ്രായേൽ പലരെയും വധിച്ചാലും പുതിയ പുതിയ നേതൃത്വം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അധിനിവേശത്തിൽ നിന്ന് മോചനമാണ് അവരുടെ. അതിനുവേണ്ടി അവർ മരണം വരെ പോരാടാൻ പ്രതിജ്ഞ എടുത്ത ആളുകളാണ്. അവരെ നിങ്ങൾക്ക് പിന്തിരിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല, മറ്റുള്ള എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ കൊണ്ടല്ല. പിന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം, ലോകത്ത് അങ്ങനെയുള്ള പല പോരാട്ടങ്ങളും വർഷങ്ങൾക്ക് ശേഷം വിജയിച്ച ചരിത്രമൊക്കെ ഉണ്ട്. നമുക്കറിയാമല്ലോ, ഖുദ്സ് മോചിപ്പിച്ച സലാഹുദ്ദീൻ അയ്യൂബി 88 കൊല്ലം കുരിശ് യുദ്ധക്കാരുടെ കയ്യിലിരുന്ന ഖുദ്സിനെ സലാഹുദ്ദീൻ മോചിപ്പിച്ചത് 88 വർഷത്തിന് ശേഷമാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാലയളവിൽ ചരിത്രം എങ്ങനെയാണ്. അപ്പൊ അതേ ഖുദ്സാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഖുദ്സിന്റെ മോചനമാണല്ലോ വിശാലമായ അർത്ഥത്തിൽ ഫലസ്തീൻ മോചനം എന്ന് പറയുന്നത്. അത് സമയത്തിന്റെ മാത്രം പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫലസ്തീനിന്റെ പോരാട്ട ചരിത്രം തുഫാനുൽ അക്സ സംഭവിക്കുന്നു. സ്വാഭാവികമായും ഇസ്രായേൽ റിയാലിറ്റി ആയിട്ട് തൊട്ടിപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പോരാട്ടം ഒരു വർഷം പിന്നിടുന്ന ഈ സമയത്ത് പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായ ഒരു സാഹചര്യവുമുണ്ട്. നിലവിൽ ഇസ്രായേലിനകത്ത്, ഇസ്രായേൽ രാഷ്ട്രീയത്തിനകത്ത്, ഇസ്രായേലിന്റെ രാഷ്ട്രത്തിനകത്ത് വലിയ അർത്ഥത്തിലുള്ള പ്രതിസന്ധികളുണ്ട് എന്ന് ലോകമാധ്യമങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആഭ്യന്തര സംഘർഷങ്ങളുണ്ട്. ബന്ദികളാക്കി ആദ്യം ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 പിടിക്കപ്പെട്ട ആളുകൾ ഇനിയും പൂർണ്ണമായി വിമോചിക്കപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിനകത്ത് ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിൽ എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ കഴിയുക എന്നതാണ്. നെതന്യാഹു ഒരുപാട് കേസുകളിൽപ്പെട്ട്, അഴിമതി കേസുകളിൽപ്പെട്ട് ജയിലിൽ പോകേണ്ട ഒരു ഘട്ടം എത്തിയപ്പോൾ സമയത്താണല്ലോ ഈ തൂഫാൻ അക്സ നടക്കുന്നത്. അത് വെച്ചുകൊണ്ട് ഇയാൾ ഒരു വൈകാരികമായ രീതിയിൽ അതിനെ സമീപിച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടരേണ്ടത് അയാളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്ത് യുദ്ധം തുടരുകയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്യാബിനറ്റ് രൂപീകരിക്കേണ്ടായി, ഒരു യൂണിറ്റി. പക്ഷെ ആ ക്യാബിനറ്റിൽ നിന്ന് പലരും പിന്നെ പുറത്തുപോയി എന്ന് മാത്രമല്ല, ഇയാളുടെ 2 മന്ത്രിമാർ, ഒന്ന് സ്മോട്രിച്ച് എന്ന് പറയുന്ന ഒരു സാമ്പത്തികാര്യ മന്ത്രിയും അതേപോലെ ഈ ബെൻഗ്വീർ എന്ന് പറയുന്ന പോലീസ് സുരക്ഷാ മന്ത്രിയും, ഇവർ ഇയാളുടെ ക്യാബിനറ്റിലെ ഏറ്റവും തീവ്രവാദികളാണ്, എന്ന് വെച്ചാൽ ഭീകരവാദികളാണ്. ഇദ്ദേഹം ബെൻഗ്വീർ എന്ന് പറയുന്നത് കഹാൻ എന്ന് പറയുന്ന നിരോധിത മൂവ്മെന്റിന്റെ ആളായിരുന്നു. അയാൾ പരസ്യമായിട്ട് ഫലസ്തീനുകളെ കൊല്ലണം എന്ന് പറയുന്നത് 2 പേരും തോക്ക് കൊടുത്തിട്ട് ഫലസ്തീനുകളെ കൊല്ലണം എന്ന് പറയുന്ന ഒരു. അപ്പൊ ഇവരെ സമ്മർദ്ദവുമുണ്ട്. ഇവർക്ക് ഇവർ 2 കൂടി വന്നാൽ 10-12 സീറ്റ് ഉണ്ട്. അപ്പൊ അത് ഉള്ളത് കൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് ഇയാൾക്ക് നീങ്ങാൻ പറ്റും. അവരാണെങ്കിൽ ഈ ഫലസ്തീനുകളെ കൊല്ലുന്നതിനും അല്ലെങ്കിൽ ഹംശഹത്യ നടന്നതിന് അനുകൂലമാണ്. അതുകൊണ്ട് ഇയാൾക്ക് പിടിച്ചെടുക്കാൻ വകുപ്പുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇയാളുടെ ബദ്ധശത്രുവായിരുന്ന ഗിഡോൺ സാർ എന്ന് പറയുന്ന ഒരു നെതന്യാഹുവിന്റെ പഴയ ലിക്വിഡ് പാർട്ടി നേതാവുണ്ട്. ഇയാളെയും കൂടി പരസ്പരം സമ്മതിച്ചു. അങ്ങനെ ഇയാളെയും കൂടി മന്ത്രിസഭയിലെടുത്തു. വകുപ്പില്ല മന്ത്രിയാക്കിയിട്ടുണ്ട്. അപ്പൊ ക്രമേണ വലിയ വകുപ്പ് കൊടുക്കും. അപ്പൊ ഇയാളും കൂടി വന്നതോടുകൂടി എന്തായി, നെതന്യാഹുവിന് അതിന്റെ അകത്തുള്ള ശത്രുക്കളെയും കൂടി കൂട്ടിയോട് മൂപ്പർക്ക് നിലനിൽപ്പിന്റെ ഒരു അവസ്ഥ. പക്ഷെ ഒരു ഭാഗത്ത് അവിടെ ജനങ്ങൾക്ക് ശക്തമായ വിയോജിപ്പ്, പ്രത്യേകിച്ചിട്ട് ഇത്രയും കാലമായിട്ട്. ഇപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്നത് വലിയ സന്നാഹങ്ങളൊക്കെ ഉള്ള രാജ്യമായിട്ട് പോലും വെറും 4 ബന്ദികളെ മാത്രമേ അവർക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ സ്വന്തം നിലക്ക്. അതും 275ഓളം ഫലസ്തീനുകളെ കൊന്നിട്ടാണ് ചെയ്തത്. ബാക്കി ഹമാസ് വിട്ടുകൊടുത്ത ബന്ദികളുണ്ട്. കുറച്ചാൾ അവരെ തന്നെ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ബന്ദികളെ മോചിപ്പിക്കുന്നത് പരാജയപ്പെട്ടു. എന്നിട്ട് യുദ്ധം നടക്കുന്നത്. അപ്പൊ ഇവരുടെ യുദ്ധത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹമാസിനെ ഇല്ലാതാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക. ഇത് രണ്ടും നടന്നില്ല എന്ന് മാത്രമല്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് രാജ്യം പോകുന്നത്. ഇപ്പോൾ അയൺ ഡോം ഒരു മിസൈൽ തടുക്കണമെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ അവർ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തത്, ഒരുപാട് കമ്പനികൾ ഇസ്രായേലിൽ നിന്ന് പടിയിറങ്ങിക്കഴിഞ്ഞു. ചില കമ്പനികൾ, ഇപ്പോൾ ഉദാഹരണം ഇന്റൽ എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയൊരു IT സോഫ്റ്റ്വെയർ കമ്പനി, അവർ വലിയൊരു പ്രോജക്റ്റ് അവിടെ സ്ഥാപിക്കാനിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവർ 2022 തുടങ്ങാൻ ചിപ്പിന്റെ ഫാക്ടറി. അപ്പൊ അതൊന്നും. അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് ഇപ്പോൾ തൊഴിൽ മേഖലയിൽ വലിയ പ്രശ്നമുണ്ട്. സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ 40% കമ്പനികൾ പൂട്ടിപ്പോയി. അവിടെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നിന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള പിടിച്ചു നിൽക്കുന്ന ഇപ്പോൾ അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായവും അമേരിക്ക നൽകുന്ന ബോംബും മറ്റ് പടക്കോപ്പുകളും കൊണ്ടാണ്. അതിപ്പോൾ ഇനി അടുത്തത് ട്രംപ് വരികയാണെങ്കിൽ അത് കൂടും എന്നുള്ളതാണ്. ട്രംപ് വരുമ്പോൾ കൂടുതൽ പ്രശ്നം വരികയും ചെയ്യാം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും എത്ര കാലം ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം. മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങൾ, ഇപ്പം മുസ്ലിം രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ശക്തമായി രംഗത്ത് വന്നില്ലെങ്കിൽ പോലും ഈ ഉള്ള ചില പരിമിതമായ ചില രാജ്യങ്ങളിൽ സംഘടനയുടെ പ്രവർത്തനം കൊണ്ട് തന്നെ കഴിഞ്ഞൊരു വർഷം പിടിച്ചു നിൽക്കാൻ പറ്റിയെങ്കിൽ ഇനി അങ്ങോട്ട് സ്ഥിതി കൂടുതൽ പ്രശ്നം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഉർദുഖാൻ ഈ അടുത്തൊരു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ടായി. അതിലൊരു കൗതുകമുണ്ട്.
അതായത് OIC എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ട് തന്നെയാണ്. കാരണം ബൈത്തുൽ മുഖദ്ദീസിൽ കേട് വരുത്തിയപ്പോഴാണ് ഫൈസൽ രാജ ഇടപെട്ടത്. അപ്പൊ അതിന്റെ ലക്ഷ്യം പോലും പ്രാവർത്തികമാക്കാത്ത എർദോഗാൻ വീണ്ടും ആവശ്യപ്പെടുന്നു പിന്നെ ഒരു കൂട്ടായ്മ വേണം ഇസ്രായേലിനെ തന്നെ. പക്ഷെ അതിന്റെ ഇടയിൽ ഇപ്പോൾ സൗദി അറേബ്യ മുൻകൈ എടുത്തിട്ട് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നുണ്ട് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി. അത് എത്രത്തോളം ഫലപ്രദമാണെന്ന് എനിക്കറിയില്ല. കാരണം അമേരിക്ക എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചോളം സ്വതന്ത്ര ഫലസ്തീൻ അവർക്ക് വരേണ്ടിയില്ല, അവരങ്ങനെ പറയുന്നല്ലാതെ അവർക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്തു, ഈസ്റ്റ് ജെറൂസലം ഉൾപ്പെടെയുള്ള മുഴുവൻ ജെറൂസലം ഇസ്രായേലിന് തീർത്തി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ലോകം വലിയ മാറ്റങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജർമ്മൻ മതിൽ തകർന്നു. സോവിയറ്റ് യൂണിയൻ നമുക്കറിയാം 16 രാജ്യങ്ങളുള്ള സോവിയറ്റ് യൂണിയനെ പിന്നെ ഗോർബച്ചോവിന്റെ പെരിസ്ട്രോയിക്കയും പിന്നെ ഗ്ലാസ്നോസ്റ്റും കൊണ്ട് 16 റിപ്പബ്ലിക്കുകൾ 16 രാജ്യങ്ങളായി മാറുകയാണ്. അതേപോലെ തന്നെ ബാൽക്കൻ രാജ്യങ്ങൾ വിഭജിക്കപ്പെട്ടു. ഇതൊക്കെ ലോകം നമ്മൾ പ്രതീക്ഷിക്കാത്ത, സംഭവിക്കുന്നില്ലെന്ന് നമ്മൾ കരുതുന്ന പലതും സംഭവിച്ചു. ഇപ്പോൾ ഹിന്ദു രാഷ്ട്രമായ നേപ്പാളിലെ സ്ഥിതി നമുക്കറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ലോകം മുഴുവൻ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇത്രയും കാലം ലോകത്തിപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും നീണ്ട അധിനിവേശം എന്ന് പറയുന്നത് ഫലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശമാണ്. അതിനിയും തുടരുമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. കാരണം ലോകത്തിന്റെ പോക്കങ്ങാണ്. ഇപ്പോൾ ഈ അമേരിക്ക നൽകുന്ന ഏകഛത്രാധിപത്യം കഴിഞ്ഞു. ഇപ്പോൾ ചൈന അതുപോലുള്ള റഷ്യയൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമേരിക്ക അല്ല ഇപ്പോൾ ലോകത്ത് സമാധാനത്തിന് അല്ലെങ്കിൽ പിന്നെ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട പിന്നെ തർക്കങ്ങൾ തീർക്കാൻ ഇവർ രംഗത്ത് വന്ന് ചൈനയാണ്. ഇറാനും സൗദി തമ്മിലുള്ള തർക്കം തീർത്തത് ചൈനയാണ്. അപ്പോൾ അമേരിക്ക അല്ലാത്ത ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൊളോണിയൽ ശക്തികൾക്കെതിരെ ശക്തമായി രംഗത്ത് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് കാത്തിരുന്നുണ്ട്. തൂഫാനുൽ അക്സ ആരംഭിച്ചത് മുതൽ, അതല്ലെങ്കിൽ കഴിഞ്ഞൊരു വർഷമായിട്ട് നെതന്യാഹും ഇസ്രായേലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം ഹമാസിനെ സമ്പൂർണ്ണമായി തുടച്ചു നീക്കുക, ബന്ദികൾ ഒക്ടോബർ 7 പിടിക്കപ്പെട്ട അവസാനത്തെ ബന്ദിയെ മോചിപ്പിക്കുക എന്നീ 2 ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ എല്ലാ അതിക്രമങ്ങളും വളരെ പരസ്യമായ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇത് രണ്ടും വളരെ കുറഞ്ഞ അളവിൽ പോലും നേടിയെടുക്കാൻ കഴിയാതെ അങ്ങേയറ്റം നിന്ദ്യമായിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് നിലവിലുള്ളത്. തൂഫാനുൽ അക്സയുടെ ഒരു ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡോക്ടർ ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കൾ ഷഹാദത്ത് വരിച്ച ഒരു സന്ദർഭത്തിൽ യഹിയ സിൻവാറിനെ പോലെ വളരെ കരുത്തനായ ഒരാൾ ഹമാസിന്റെ നേതൃത്വത്തിലേക്ക് വരുന്ന ഈ സമയത്ത് ഇനിയുള്ള തൂഫാനുൽ അക്സയുടെ ഒരു മുന്നോട്ട് പോക്കിനെ കുറിച്ച്, അതിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ കഴിയുക എന്നതാണ്. ഹമാസിന്റെ സ്ട്രാറ്റജിയെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധ്യമല്ല. ഹമാസ് വളരെ തന്ത്രപരമായാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്രായേലി ഇൻ്റലിജൻസ് വളരെ സമർത്ഥമായിട്ട് മുസ്ലിം രാജ്യങ്ങളിലും അതുപോലെ തന്നെ ചെറുത്തുനിൽപ്പ് സംഘടന ഉള്ളിലേക്കും കയറിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. ഇപ്പം ലബനാനിലെ ഹിസ്ബുള്ളൊക്കെ പേജർ ആക്രമണം, വോക്കി ടോക്കി, ഇതോ വിഷയമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഹനിയ എന്ന് പറയുന്ന ഒരു നേതാവിനെ, ഒരു രാജ്യത്തിൻ്റെ അതിഥിയായി എത്തിയ നേതാവിനെ പോലും വധിക്കോ എന്ന പാതകം ഇസ്രായേൽ ചെയ്തു. അതിന് ചിലപ്പോൾ ചാരപ്രവർത്തനം ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലുള്ള ചാരന്മാരുണ്ടാവും, നമുക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹമാസ് അതിൻ്റെ സ്ട്രാറ്റജി വളരെ രഹസ്യമാക്കി വെച്ചിരിക്കും. ഇപ്പോൾ തൂഫാൻ അക്സയെക്കുറിച്ച് നമുക്കറിയാം, അത് ഏതാണ്ട് 2 മാസം മുമ്പ് തീരുമാനിച്ചെടുത്ത് അത് പലരും അറിയില്ല എപ്പോഴാണ് നടപ്പാക്കുന്നത്. ടോപ്പ് ലീഡേഴ്സ് പോലും അറിയില്ല. കൂടെ 3-4 ആൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് നേതാക്കന്മാർ അവർ ഇല്ലാതാക്കി. അത് നമുക്കറിയാം. ഹമാസിന്റെ നേതൃതലം മുഴുവൻ, പിന്നെ ഷേഖ് അഹമ്മദ് യാസി മുതൽ ഡോക്ടർ അബ്ദുൽ അസീസ് രന്തീസി, അതുപോലെ തന്നെ അതിനിടയിൽ പിന്നെ ഇദ്ദേഹത്തെ ഖാലിദ് മിഷേലിനെ അദ്ദേഹം രക്ഷപ്പെട്ടതാണ്, പിന്നെ ഹനിയ, ഒരുപാട് ആളുകളെ ഇല്ലാതാക്കി. പക്ഷെ എങ്കിലും ഹമാസ് അതിൻ്റെ ഓപ്പറേഷൻ യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അവരത് ശക്തമായിട്ട് തന്നെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഹിസ്ബുള്ളയുടെ കാര്യം നമുക്കെടുക്കാം. ഹിസ്ബുള്ള 85-ലാണ് ഹിസ്ബുള്ള ഉണ്ടാക്കിയത്. 92-ലാണ് അവരുടെ അബ്ബാസ് മുസവി എന്ന് പറയുന്ന അവരുടെ നേതാവിനെ കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. 32 കൊല്ലത്തിന് ശേഷമാണ് പിന്നെ ഹസൻ നസ്രുള്ളയെ കൊന്നത്. പക്ഷെ എങ്കിൽ പോലും അവരെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവരുടെ നിലപാടെന്ന് പറയുന്നത് ഇസ്രായേലിലെ സമ്പൂർണ്ണ ഫലസ്തീൻ വിമോചനം എന്നാണ്. അവരത് പിന്നീട് അതിൽ നിന്ന് കുറച്ച് മാറി 67 യുദ്ധത്തിൽ പിടിച്ചടക്കിയ ഗസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറൂസലം എന്നീ ഭാഗങ്ങൾ വിട്ടുകൊണ്ട് തന്നുള്ള ഒരു സ്വന്തം ഫലസ്തീൻ അംഗീകരിക്കാം. അതിന് ഹുദന 100 കൊല്ലം ഉള്ള വെടിനിർത്തൽ നടത്താം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം അവർ ഉണ്ടാക്കിയിട്ട് പോലും ഇസ്രായേൽ വഴങ്ങുന്നില്ല. അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ പാശ്ചാത്യൻ പിന്തുണയോട് ഇസ്രായേൽ കൊണ്ടുപോവുകയാണെങ്കിലും ഹമാസ് അതിൻ്റെ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് അവരിപ്പോൾ പിന്നെ നമ്മളെ സിൻവറിനെ കുറിച്ച് എന്താ പറഞ്ഞത്, സിൻവറാണ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നവംബറിൽ നെതന്യാഹു ഒരു പ്രസ്താവന ആക്കിയിരുന്നു. സിൻവറിനെ ഒരു തുരങ്കത്തിൽ ഞങ്ങൾ നോട്ട് ചെയ്തു, അദ്ദേഹത്തെ സ്പോട്ട്, അദ്ദേഹത്തിൻ്റെ ജീവനിന് മണിക്കൂർ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ ഒരു കൊല്ലാവാറായി. പക്ഷെ അതേ സിൻവറിനെ തന്നെ ഇവരെന്ത് ചെയ്തു, ഹമാസിന്റെ നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ടാണ് പിന്നെ ഇസ്രായേലിനെ വെല്ലുവിളിച്ചത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ മനസ്സിലാക്കുന്നത് ഹമാസ് കീഴടങ്ങാൻ പോകുന്നില്ല, തകർക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ LTTE തകർത്തതുപോലെ ഒന്നും തകർക്കാൻ കഴിയുന്ന ഒരു സംഘടനയല്ല. അതുകൊണ്ട് പിന്നെ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ഹമാസിനോടും ചെറുത്തുൽ പ്രസ്ഥാനങ്ങളോടുമുള്ള അനുകൂല സമീപനം. ഇപ്പോൾ കഴിഞ്ഞ ജോർദാൻ നടന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. അവിടെ ഇസ്ലാമിക് ആക്ഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന പിന്നെ ഇഖ്വാൻ മുസ്ലിമിലൂടെ നിരോധിക്കപ്പെട്ടതാണ്. പക്ഷെ അവരുടെ രാഷ്ട്രീയ പിന്നെ വിഭാഗമായ IAF കൂടുതൽ സീറ്റുകൾ നേടി, 32 സീറ്റുകൾ നേടി അവർ വലിയ ഒറ്റകക്ഷിയായി. എന്തുകൊണ്ടാണ് അവർക്ക് ഈ തൂഫാൻ ലക്സ് ആരംഭിച്ചത് മുതൽ ജോർദാനിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമാക്ക് ശേഷം അവർക്ക് പ്രകടനം നടത്തുവാനും പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തിരുന്നു. ജനങ്ങൾ മുഴുവൻ അവരോടൊപ്പമാണ്. അപ്പോൾ അവിടുത്തെ ഭരണകൂടത്തിന്റെ നിലപാട് രാജഭരണകൂടമാണ്. ആ നിലപാട് യോജിപ്പില്ലാത്ത ഒരുപാട് ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിം രാജ്യത്തെ ജനത ഏതാണ്ട് ഈ പോരാട്ട സംഘടനയോടൊപ്പമാണ് ഉള്ളത്. പിന്നെ ഇനി അങ്ങോട്ടും ഈ മുസ്ലിം രാജ്യങ്ങൾക്ക് അധിക കാലമൊന്നും ഇങ്ങനെ ഇസ്രായേലിനോടൊപ്പം മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇപ്പോൾ ഈ തൂഫാൻ ലക്ഷ്യയുടെ ഏറ്റവും വലിയൊരു ഫലമാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് എന്താ വെച്ചാൽ, ചില മുസ്ലിം രാജ്യങ്ങളെങ്കിലും ഇസ്രായേലുമായിട്ട് പിന്നെ ഈ നോർമലൈസേഷൻ നടത്താനുള്ള ശ്രമത്തെ ഈ തൂഫാൻ ലക്ഷ്യം പരാജയപ്പെടുന്നത്. അത് കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലത്തേക്കെങ്കിലും അത് നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളത്. ഇപ്പോൾ ഒരു കൊല്ലമല്ലോ സൗദി ഇസ്രായേൽ നേരിട്ട് ബന്ധം സാധ്യത ഉണ്ടായിരുന്നു, അതുകൂടി ഇല്ലാതായി. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ വേറെ ചില രാജ്യങ്ങൾ വരുമായിരുന്നത് പോലും ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോകില്ല എന്നൊരു അറ്റ്ലീസ്റ്റ് അതിനൊരു ഡിലേ ചെയ്യിക്കാനെങ്കിലും ഇതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് സ്വതന്ത്ര ഫലസ്തീനെ നൽകാതെ അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകാതെ മുന്നോട്ട് പോകാൻ മുസ്ലിം രാജ്യങ്ങൾക്ക് സാധ്യമല്ലാത്ത ഒരു അവസ്ഥ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തൂഫാനുൽ അക്സയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തെ പോരാട്ട ചരിത്രം നമ്മളോട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് വിജയിക്കാനുള്ള പോരാട്ടമാണ് എന്നതാണ്. ഖുദ്സിന്റെ മണ്ണിൽ ഫലസ്തീനിൽ അവസാനത്തെ ഇസ്രായേലിയും ഇല്ലാതാവുന്നത്, ഇസ്രായേൽ എന്ന രാഷ്ട്രം തകരുന്നത് വരെ, ഫലസ്തീൻ സമ്പൂർണ്ണമായി വിമോചിക്കപ്പെടുന്നത് വരെ തുടരുന്ന പോരാട്ടമാണ് തൂഫാനുൽ അക്സ എന്ന് തന്നെയാണ് ഒരു വർഷം പിന്നിടുമ്പോഴും എല്ലാ വസ്തുതകളും വിശകലനം ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അങ്ങനെ സ്വതന്ത്ര ഫലസ്തീൻ സംഭവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് പ്രതീക്ഷയോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.